തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഏണി വെച്ച് പിടിച്ച കെ മുരളീധരൻ ഇപ്പോൾ കുറച്ചു കാലമായി മൗനത്തിലാണ്. എന്നുവെച്ച് മിണ്ടാവ്രതത്തിലൊന്നുമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ സജീവമാകൂ എന്ന് പ്രഖ്യാപിച്ചാണ് മൗനാചരണം. ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് സർക്കാർ വിരുദ്ധ വികാരം എന്നൊരു സ്വപ്ന ചാക്കു മാത്രം ചുമന്നു നടക്കുന്നതിലെ അപകടം സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിൽ ശക്തമാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ പങ്ക് പറ്റാൻ വേറെ കൂട്ടരെ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭയിൽ നമുക്കിവിടെ കാണുന്നത്. അതാണ് ആറ്റിങ്ങല് ഇത്രയും വോട്ടിന്റെ വ്യത്യാസം. ഏതാണ്ട് 85,000 വോട്ടിന് തൃശ്ശൂരെ BJPയുടെ വിജയം. ഇപ്പോൾ എല്ലാവരും പറയുന്നത് സിനിമാ നടനായതുകൊണ്ട് കുറെ ആൾക്കാരെ ആകർഷിക്കാൻ കഴിഞ്ഞു, കുറെ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്യുന്നു, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു പൂർണ്ണ BJPക്കാരനല്ല, അതുകൊണ്ടാണ് വോട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ഏത് നാട്ടുകാരനെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം മലയാളിയാണെന്ന് എന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് നാട്ടുകാർ കണ്ടത്. ആ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ 42 ദിവസം കൊണ്ട് 16,000 വോട്ടിന്റെ അവിടെ വരുത്തിയില്ലേ? 16,000 വോട്ടാണ് ശശി തരൂരും അധികമായിട്ട് വ്യത്യാസം, രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് വ്യത്യാസം. അപ്പോ 42 ദിവസം കൊണ്ട് ഇത്രയും ഓടിയെത്തിയെങ്കിൽ അത് നേരത്തെ വന്നിരുന്നെങ്കിൽ അവസ്ഥ ഉണ്ടാവുകയും. എനിക്ക് മനസ്സിലായി. അത് ഇലക്ഷനിൽ തോൽക്കുമ്പോ കാല് വാരിയിട്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തുകൊണ്ട് പരാജയം ഉണ്ടായി എന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 56,000 വോട്ട് BJPക്കാരൻ ചേർത്ത് ആ 56,000 വോട്ടർമാരെ അവരുകൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ സാമുദായികമായിട്ട് അവിടെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യം. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ജയം നേടിയെങ്കിലും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനത്തിന്റെ അവസ്ഥ മുരളീധരൻ വരച്ചു കാട്ടുന്നു. ഒപ്പം എതിരാളികളുടെയും. ആദ്യം തന്നെ BJPക്കാർ വരും, ഷോ വർക്കാണ്. 15 പേര് കൂടി ഉണ്ടാവും, ഒരു നോട്ടീസൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുകാർ വിചാരിക്കും ഇതൊരു കൊള്ളാലോ, മോശമില്ല, 15 പേരുണ്ടോ ഈ പ്രദേശത്തൊക്കെ BJPക്കാർ. അത് കഴിയുമ്പോഴേക്കും മാർക്സിസ്റ്റുകാർ വരും, 15 പേരുണ്ടാവും. അതിന് CPM മോശമില്ല, 15 പേര്. ഇത് രണ്ടും കഴിയുമ്പോഴാണ് നമ്മൾ വരിക, 2 or 3 പേര് കൂടെ ഉണ്ടാവും. അയ്യോ ദാരിദ്ര്യം. എന്താ കാരണം? ബൂത്തിന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങും, ബൂത്തൊന്നും ഉണ്ടാവില്ല ചില. എന്നാൽ കിട്ടിയ കാശ് കഴിയുന്നത് ആരാൻ്റെ കീശയിൽ തന്നെ പോകാൻ വേണ്ടി ചില വിദ്വാന്മാര് കൂടുതൽ ആൾക്കാരെ കൂട്ടില്ല. കാരണം 15 പേര് വന്നാൽ അവർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം. അപ്പോൾ ഈ കിട്ടിയ കാശിൽ അത്രയും ചിലവായിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് കീശയിൽ വെച്ച് 2 പേരെ വിളിക്കുക, അവർക്ക് വല്ല എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു, വല്ല മുട്ടായി വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ ഈ മനോഭാവം മാറണം. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. വയനാട് വെച്ച് നടന്ന പാർട്ടിയുടെ ക്യാമ്പിലും മുരളീധരൻ പങ്കെടുത്തില്ല. മറക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുന്ന ക്യാമ്പിൽ എന്തിനു പോയി തലവെക്കണം? എന്നാലും തോൽവി തന്നെയാണ്. അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ. ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കി എല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു. ഇപ്പം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. എന്നാലും തോൽവി തന്നെയാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ, അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞു പോയൊരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ ചിലരൊക്കെ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചത് നമുക്ക് വിനയായി. കുഴപ്പമില്ല, ഇനി ഇങ്ങനെ സംഭവിക്കാതെ നോക്കാം. ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം. കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട.
അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസമില്ല. കുഞ്ഞ് ഇവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടെ അല്ലാതെ വേറെ എവിടെ താമസിക്കാം. എനിക്ക് വളരെ സന്തോഷം. കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല. പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ ഞാൻ പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. കെ കരുണാകരന് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് ഈതപ്പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കെ കരുണാകരൻ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി. ഞാൻ ആ വഴിയിലേക്ക് പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. ചേട്ടൻ എന്ന് പറയണ എല്ലാം നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ.